ഒരു സോളാർ, ഒരു ബാറ്ററി, ചെറിയ കൺട്രോൾ യൂണിറ്റ്, ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു സൈക്കിൾ കാരവൻ. ഹായ് ഹലോ ഫ്രണ്ട്സ്, നമ്മളൊരു സൈക്കിൾ കാരവൻ പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത്. അതിന് മുമ്പ് ഇവിടെ നല്ല മഴ കേട്ടോ. രണ്ട് ഭാഗത്ത് റബ്ബർ മരങ്ങളും അതിൻ്റെ നടുവിൽ എത്തൊക്കെ കണ്ടില്ലേ, പക്ഷെ വെള്ളക്കായത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ തിരക്ക് പിടിച്ച് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം മിദ്ലാജ് വ്ളോഗ്, അതായത് മിദ്ലാജ് നെക്സ്റ്റ് വീക്ക് മുതൽ കേരളത്തിലെ റോഡുകളിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഈ സൈക്കിൾ കാരവൻ ഉപയോഗിച്ചിട്ട്. അതിനു മുമ്പ് തന്നെ നമ്മളെ കേരളത്തിലത്തെ കോഴിക്കോട് ബീച്ചിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തിരിക്കുന്നു ഈ ഒരു സൈക്കിൾ കാരവൻ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഏകദേശം 3 പേരാണ് സൈക്കിൾ കാരവൻ കേരളത്തിൽ ഉപയോഗിക്കുന്നത്. ഒന്ന് മിദ്ലാജ് ഉണ്ട്, അതേപോലെ തന്നെ ആകാശ്, പിന്നെ ജിപ്സി എന്ന് പറഞ്ഞ ഒരു തൃശ്ശൂരുള്ള ഒരാൾ. പക്ഷേ ഇവർ 3 പേരും യാത്ര തുടങ്ങിയിട്ടില്ല. ഫസ്റ്റ് യാത്ര തുടങ്ങാൻ പോകുന്നത് മിദ്ലാജാണ്. അപ്പോൾ മിദ്ലാജിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ? അതിനു മുമ്പ് ഇതിൻ്റെ എത്ര കോസ്റ്റായി, അതുപോലെ തന്നെ മിദ്ലാജ് എന്തുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്യാനുള്ള കാരണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. സോളാർ ഉണ്ട്, ബാറ്ററി ഉണ്ട്, നമ്മളെ കാര്യപ്പെട്ട സംഗതിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിത് പരിചയപ്പെടുത്താൻ പോവുകയാണ്. അതിനു മുമ്പ് എൻ്റെ പേര് മുഖ്താർ. വെൽക്കം ബാക്ക് ട്രാവൽ കിങ്. ഒരു സോളാർ, ഒരു ബാറ്ററി, ചെറിയ കൺട്രോൾ യൂണിറ്റ്, ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു സൈക്കിൾ കാരവൻ. കാരണം നമ്മളൊരു യാത്ര പോകാൻ ഒരുങ്ങുമ്പം ഒരുപാട് എക്സ്പെൻസ് ഉണ്ടാവും. എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര പോയിട്ട് അന്ന് സ്റ്റേ ചെയ്യുന്നതായിരിക്കും ഒരു എക്സ്പെൻസ്. പിന്നെ അതേപോലെ തന്നെ യാത്ര ചെയ്യുമ്പോൾ ഒരു പെട്രോൾ അടിക്കുമ്പോഴുള്ള എക്സ്പെൻസ്. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഒരു എക്സ്പെൻസും ഇല്ലാതെ സൈക്കിൾ കാരവൻ ഉപയോഗിച്ചിട്ട് ഒരു യാത്ര, ഡെയിലി ഉള്ള ഒരു ഫുഡ് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ആ ഒരു ഫുഡ് നമുക്ക് ഇവിടെ തന്നെ പ്രിപ്പയറും കാര്യങ്ങളും ചെയ്യാം. ചെറിയ എക്സ്പെൻസിലാണ് നമ്മൾ ഓൾ ഇന്ത്യ, ഓൾ കേരള യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും സൈക്കിൾ കാരവൻ എന്ന് പറയുമ്പം ഒരു പ്രത്യേക ഒരു ലുക്കിൽ തന്നെയാണ് മിദ്ലാജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ മിദ്ലാജ്. എന്താ മിദ്ലാജ്? നല്ല വിശേഷം. എന്തുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്യാനുള്ള കാരണം? ഇപ്പോൾ ഞാൻ യാത്ര ചെയ്യാൻ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. യാത്ര ചെയ്യാൻ എനിക്കും ഇഷ്ടമാണ്, എനിക്ക് മാത്രമല്ല. അപ്പോൾ നമ്മൾ ടെൻറ്റ് ഉപയോഗിച്ചാണ് എല്ലാവരും ഇപ്പോൾ യാത്ര ചെയ്യുന്നു, അതുപോലെ തന്നെ സ്റ്റേ ചെയ്യുന്നൊക്കെ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് നമ്മുടെ കേരളത്തിൽ എന്ത് ചെയ്യാൻ പറ്റും തോന്നിയപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്. തുടക്കം തന്നെ ചോദിക്കട്ടെ, കേരള ട്രിപ്പാണോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ട്രിപ്പാണോ? കേരള ട്രിപ്പ് കഴിഞ്ഞിട്ട് ഓൾ ഇന്ത്യ ചെയ്യാനാണ് പ്ലാൻ. കേരള ട്രിപ്പ് പെട്ടെന്ന് തുടങ്ങുന്നുണ്ടോ? ഞാൻ അടുത്ത ആഴ്ച കഴിയുമ്പോഴേക്കും തുടങ്ങും. അടുത്ത ആഴ്ച കഴിയുമ്പോഴത്തിന്, അതായത് ഈ ഇപ്പോൾ ജസ്റ്റ് മഴ തീരാണെങ്കിൽ ഇനി കുറച്ച് ടൈം ഉണ്ട്. പക്ഷേ ഇപ്പോൾ വെള്ളക്കെട്ടൊക്കെ നന്നായിട്ട് കൂടിയ സ്ഥലമാണല്ലോ, സമയമാണല്ലോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് താൻ ഏകദേശം ഒരു നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴത്തിന് യാത്ര തുടങ്ങും. പിന്നെ അതുപോലെ തന്നെ ടോട്ടൽ എത്ര കോസ്റ്റായി ഈ ഒരു വണ്ടി? എനിക്കൊരു 30,000-ന്റെ ചുവടെ. 30,000-നുള്ള ചുവടെ, അതായത് ഓൾറെഡി സൈക്കിൾ ഉണ്ടായതാണോ? സൈക്കിള് ഓൾറെഡി ഉള്ള ഇത് കഴിഞ്ഞിട്ടാണ് 30,000 രൂപ വാങ്ങിയല്ല. സൈക്കിൾ അടക്കമുള്ള റേറ്റ്. സൈക്കിൾ അടക്കമുള്ള റേറ്റ് 30,000. സൈക്കിൾ അടക്കമുള്ള റേറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സോളാർ കാര്യങ്ങളൊക്കെ? സോളാറിന് ഏകദേശം ഒരു 4.5 സംതിങ്ങിന്റെ പുറകോട്ടാ. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസിലൊക്കെ നോക്കിയാലോ. ഇപ്പോൾ എക്സ്ട്രാ എന്തൊക്കെ ഫിറ്റിങ് കാര്യങ്ങൾ മുതൽ എത്ര എക്സ്പെൻസ് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോളാർ ഇപ്പോൾ എങ്ങനെയാണ്? സോളാർ 24 വോൾട്ട് സീരീസ് ചെയ്തതാണ്. 100 വാട്ടിൻ്റെ ഇപ്പോൾ 2 പാനൽ. ഈ 2 പാനലും കൂടി ഏകദേശം എത്ര റേറ്റ് ആയി? ഏകദേശം 4 രൂപന്റെ ചോടായിട്ട് 4,000 രൂപ. 4,000 ഞാൻ ഏകദേശം ഓഫർ ഉള്ള സമയത്ത് ഓൺലൈനായിട്ട് ആമസോൺ വഴിയാണോ വാങ്ങിയത്? ഫ്ലിപ്കാർട്ട് വഴി വാങ്ങിയതാണ്. ഇതാണ് സോളാറാണ്, നല്ല കമ്പനിയാണ്. ഈ വർക്ക് കാര്യങ്ങൾ, അതായത് ഈ ഡിസൈന് കാര്യങ്ങൾ, ഈ മൊത്തത്തിലുള്ള വർക്ക് പുറത്തുനിന്ന് ചെയ്യിപ്പിച്ചാണോ അല്ലെങ്കിൽ വീട്ടിൽ? ഞാൻ സ്വന്തമായിട്ട് ചെയ്ത കുറച്ച് ചങ്ങായിമാരൊക്കെ കൂടിയിട്ട് ചെയ്തതാണ്. എന്തെങ്കിലും ഈ ഒരു സൈക്കിൾ ഇതിലേക്ക് വരാനുള്ള കാരണം എന്താണ് മെയിനായിട്ട്? നമുക്ക് യാത്ര പോട്ടെ, വേറെ എന്തെങ്കിലും ഡിസൈനോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ മറ്റുള്ള രാജ്യങ്ങളൊക്കെ ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് കിട്ടിയൊരു ഡിസൈനാണിത്. അപ്പോൾ അതിൽ നിന്ന് കുറെ വ്യത്യാസമുള്ള ഉണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഡിസൈൻ ഇതായി. അല്ല, ഈ ഒരു ഇതിലേക്ക് നിന്നപ്പം വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? വീട്ടുകാരുടെ സപ്പോർട്ട് അത്യാവശ്യം നല്ല സപ്പോർട്ടായി. പിന്നെ ഒരു എന്തെങ്കിലും അല്ലാണ്ടൊക്കെ ഉണ്ടാകുമല്ലോ, ഒരു സപ്പോർട്ട് ഇല്ല എന്നാലും ഉണ്ട്. അത് ഏത് മേഖല ആണെങ്കിലും തുടക്കത്തിൽ ഒരു സപ്പോർട്ട് ഉണ്ടാവും, പിന്നീട് അതൊന്ന് വിജയിക്കോ ഇല്ല എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ടെൻഷൻ ഉണ്ടോ? ഇപ്പൊ വലിയ ടെൻഷനൊന്നുമില്ല. എന്താ ആ ടെൻഷൻ മാറിയത്? എല്ലാരും അറിയൊക്കെ ചെയ്തല്ലോ, അത് തന്നെ നമുക്ക് വലിയൊരു കാര്യമല്ലേ. ഈ ഒരു സൈക്കിള് സാധാരണ നോർമൽ നിന്ന് നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഈ ഒരു അളക്കുന്നതാണെങ്കിലും ഈ ഒരു കമ്പി കാര്യങ്ങൾ, മൊത്തത്തിലുള്ള ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേറെ ആരെങ്കിലും സപ്പോർട്ട് ഉണ്ടാവുമല്ലോ? സപ്പോർട്ട് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായി. അപ്പം അനിയന് അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ നാട്ടിലെ നമ്മളെ ചങ്ങായിമാരൊക്കെ ഉണ്ട്. എല്ലാവരും ഉണ്ടല്ലേ? ഇതിപ്പം
ഹബ് മോട്ടറാണ് വരുന്നത്? അല്ല, ഇത് സാധാ മോട്ടറാണ്. സാധാ മോട്ടർ 350 വാട്ട് 24 വോൾട്ടിൽ ഓടുന്ന മോട്ടറാണ് വരുന്നത്. ഞാനിതൊരു വേറൊരു സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തു, റോബു എന്ന് പറഞ്ഞിട്ടുള്ള. അതിൽ ഏകദേശം ഇതിന് 4 സംതിങ്ങിന്റെ മുകളിലായി. 4 സംതിങ്ങിന്റെ മോട്ടറും ഇതിന്റെ കൺട്രോളർ അല്ലേ? ബാറ്ററി എവിടെ ഉള്ളിലാണോ? ബാറ്ററി ഉള്ളിലാണ്. അപ്പൊ എന്താണ് ഞമ്മളിപ്പോ സൈക്കിൾ ഇതായിക്കണ്, അതേമാതിരി തന്നെ മോട്ടർ ഇതാ, കൺട്രോളർ ഇതാ, സോളാർ ഇതാ. ഇതിൻ്റെ ഉള്ളിലുള്ള വർക്ക് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ സൈക്കിൾ കാരവൻ്റെ ഉള്ളിലേക്ക് പോവാം. അതിന് മുമ്പ് നോക്ക്, മിഥിലാജ് വ്ളോഗ്, യൂട്യൂബ്, സൈക്കിൾ ക്യാമ്പർ, എന്തൊക്കെയാണ് ഇവൻ്റെ ഫോട്ടോ ഇവൻ തന്നെ ഇവിടെ പതിപ്പിച്ചിരിക്കണ്. ഇതൊന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുക്ക്. ഇവൻ്റെ ഫോട്ടോ ഇവിടെ തന്നെ അവൻ പതിപ്പിച്ചിട്ടുണ്ട്. എന്താടാ നീ മറ്റേ സന്തോഷം വേണ്ടിയിട്ടാണോ? വാ ഒരു ഇതിലിപ്പോൾ എന്തൊക്കെ അഡീഷണൽ ആയിട്ടുള്ളത്? സൈക്കിൾ പമ്പ് ഉണ്ട് ഇവിടെ, സ്റ്റൗവ് കാര്യങ്ങളുണ്ട്, പിന്നെ വേറെ AC. എന്താ ലാസ്റ്റ് ഭാഗത്ത് കൺട്രോളർ. ബാറ്ററി എവിടെ? ബാറ്ററി ഒന്നും കാണുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ ആ ലാസ്റ്റ് ഭാഗത്താണ് ബാറ്ററി കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇവർക്ക് കിടക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങൾ, ലൈറ്റ് കാര്യങ്ങൾ, പിന്നെ സ്റ്റോറേജ്, അടിയിലൊരു സ്റ്റോറേജ് അല്ലേ. ഇനി ഇതിലിപ്പോൾ എക്സ്ട്രാ കാര്യങ്ങൾ എന്തെങ്കിലും വെക്കാനുണ്ടോ? ഒന്നുമില്ല. ഒരു AC ഒക്കെ വേണ്ടേ? ഒരു ഫ്രിഡ്ജ് വേണ്ടേ? അത്ര ആർഭാടൊന്നുമില്ല. ജസ്റ്റ് നമുക്കൊന്ന് ഇതെന്താ, ഇത് മറ്റേ ബസ്സിന്റെ സെറ്റപ്പ് ആണല്ലോ, ലൈറ്റും കാര്യങ്ങളൊക്കെ. ഫുള്ള് ഇപ്പൊ ഈ ഒരു സോളാറിലാണോ വർക്ക് ചെയ്യുന്നത്? ഫുള്ള് ഇത് സോളാറിലാണോ ഇപ്പൊ വർക്ക്? എക്സ്ട്രാ ബാറ്ററി ഉണ്ട്. ആ പിന്നെ എനിക്ക് ഇതിൽ പിന്നെയും എടുത്തു പറയാനുള്ളത്, ഈ മിഥിലാജിന്റെ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് പലതും പറയാനൊക്കെ തോന്നുന്നുണ്ട്. എന്നാലും ഞാൻ പറയും, ഓന് സ്വയം ഉള്ള ഉഷാറാക്കി ചെയ്തിട്ടുണ്ട്. എന്താ നീ ഉദ്ദേശിച്ചത് ഈ ഒരു ഫോട്ടോ കൊണ്ട്? അത് നമ്മളെ ലോഗോ ആണ്, യൂട്യൂബിന്റെ ലോഗോ ആണ്. ഈ ലോണിലെ കൊടുത്തു ഉഷാറായി. അപ്പൊ എന്തായാലും നമുക്ക് ഈ സൈക്കിൾ കാരവന് ഒന്ന് ഓടിച്ചു നോക്കല്ലേ? എനിക്ക് എന്തായാലും ഒരു ദിവസം നീ ഒരു അവസരം തരണം, നിന്റെ അപ്പുറം സ്റ്റേ ചെയ്യാനുള്ളത്. അന്ന് നീ പുറത്ത് കിടക്കണം, ഞാൻ ഉള്ളിൽ കിടക്കും. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എന്താ അക്കൊരു ഉഷാറില്ലാത്ത? നമ്മളൊരു റൗണ്ട് അടിച്ചു നോക്കാം. പിന്നെ അതിനു മുമ്പ് നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു 10-20 കിലോമീറ്റർ ലോങ്ങിൽ നിന്നാണ് ഇവൻ്റെ അടുത്തേക്ക് വന്നത്. ഇവിടെ എത്തിയതിന് ശേഷം ഫുള്ള് മഴ. എന്താ പറയുക, ഒരുപാട് വെയിറ്റ് ചെയ്ത്, നമ്മളൊരു വ്ളോഗ് എടുക്കാൻ വേണ്ടി ഒരുപാട് വെയിറ്റ് ചെയ്ത്. അപ്പം മഴ ചോരൂലാന്ന് കണ്ടപ്പോൾ നമ്മളെന്തായാലും വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നതാണ്. കാരണം മിഥിലാജ് എന്നെ വെയിറ്റ് ചെയ്തിട്ട് ഇന്നത്തെ ഉച്ചൻ്റെ ശേഷം ഡ്യൂട്ടി വരെ ഒഴിവാക്കിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നാളെ പെരുന്നാളുമാണ്. അപ്പോൾ എന്തായാലും വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും തോന്നണ്ട, കഷ്ടപ്പാടാണ്. അപ്പോൾ നമ്മൾ സൈക്കിൾ ഒന്ന് ഓടിക്കാൻ പോവാണ്, സൈക്കിൾ ക്യാമറ ഒന്ന് ഓടിക്കാൻ പോവാണ്. നല്ല കോട്ടൊക്കെ കണ്ടില്ല നിങ്ങൾ? നല്ല മഴ ശക്തമായി പെയ്യുന്നുണ്ട്. അപ്പോൾ മഴക്കെതിരെ നമ്മൾ വ്ളോഗ് ചെയ്യാൻ പോവാണ്. എന്താ ഇപ്പം എന്തായാലും ഇത് പറഞ്ഞാൽ ഓടിക്കാൻ ഏകദേശം 4 ഗിയറാണ്, 7 ഗിയറാണല്ലേ? സാധാരണ നമ്മൾ ഗിയർ സൈക്കിൾ മാതിരി തന്നെ, സാധാരണ ഗിയർ സൈക്കിൾ മാതിരി തന്നെ. വേറെ ഗിയർ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഗിയർ കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്യണ്ട, ഒക്കെ റെഡി ആക്കി വെച്ചതാണ്. ഇപ്പൊ ജസ്റ്റ് നമ്മൾ ഇതിന്റെ മുകളിൽ ഇത് എക്സൈസ് എടുക്കുമ്പോൾ പോകുന്നുണ്ടല്ലോ, അത്യാവശ്യം റോഡ് എടുക്കുമ്പോൾ പോകുന്നുണ്ട്. അപ്പം എല്ലാം നമ്മളിതാ, നമ്മൾ ചവിട്ടുന്നില്ലേ? ഒന്നാമത് ഞാൻ ഓവർ ലോങ് ഒന്നും പോകുന്നില്ല. എക്സോട്ട് കൊടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം ത്രോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഒന്നാമത് മഴ പെയ്യുന്ന ഈ സിറ്റുവേഷനാണ്. പിന്നെ എനിക്ക് വലിയൊരു പരിചയവും ഇല്ല. പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം ഓഫ് റോഡാണ് വരുന്നത്. മുന്നിൽ തന്നെ ഓഫ് റോഡ് കാര്യങ്ങളാണ്. അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ ഈ ഒരു ഭാഗത്തുനിന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് നിർത്താണ്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് മിഥിലാജ് റോഡിലേക്ക് ഇറങ്ങാൻ പോവാണ്. നിങ്ങൾ ഫുൾ സപ്പോർട്ടും വേണം. ഇനി എന്താ മിഥിലാജ്, സപ്പോർട്ട് വേണ്ടേ? ഇത് കോട്ടിട്ടോ, മായ വെറുതെ കൊള്ളണ്ട. ഞാൻ എന്നോട് പറഞ്ഞിരിക്കുന്നു, ക്ഷമ വസ്തു തന്നെ ചോദിച്ചിട്ടുണ്ട്. അതെന്തായാലും എന്തും പറയാനുണ്ടോ പ്രേക്ഷകരോട്? ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് യാത്ര ചെയ്യാനുള്ള ഒരാഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ നിർമ്മിച്ചത്. എന്തായാലും അടുത്ത ആഴ്ചകൾ കൊണ്ട് നമ്മൾ റോഡ്മേൽക്ക് ഇറങ്ങും, സപ്പോർട്ട് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, മിഥിലാജ് ഇവിടുന്ന് നരക്കിനിന്ന് കോഴിക്കോട് വരെ സൈക്കിൾ ഓടിച്ച് പോയിട്ട് എന്താ ഒരു ദിവസം മറ്റേ ഇവിടെ നിന്നിട്ടുണ്ടല്ലോ ബീച്ചിൽ അത് രണ്ടാമത്തെ ട്രിപ്പിലാ ബീച്ചിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടുണ്ട് കേട്ടോ. സൈക്കിൾ ക്യാമറ ഒക്കെ ഉപയോഗിച്ചിട്ട് മോട്ടർ ഇല്ലാതെ ഇതുമായിട്ട് ചവിട്ടിപ്പോയി. പിന്നെ ഒരു ദിവസം പോയി അവിടെ സ്റ്റേയും ചെയ്തിക്കണേ. ഏകദേശം 3-4 വട്ടപ്പോ സ്റ്റേ ചെയ്തിക്കണല്ലേ. അപ്പൊ എന്തായാലും നിങ്ങളെ സപ്പോർട്ടാണ് മിഥിലാജിന് വേണ്ടിയിട്ടുള്ളത്. ചാനൽ കാര്യങ്ങളൊക്കെ ഞാൻ താഴത്ത് കൊടുക്കാം. എന്താ സപ്പോർട്ട് വേണ്ടേ? നമുക്കത് ഉഷാറില്ലാത്ത സപ്പോർട്ട് വേണമെങ്കിൽ പറ. മായാണ് ചേച്ചി സപ്പോർട്ട് പറയണ, എന്താ സപ്പോർട്ട് കൊടുക്കാൻ പറയടാ. നമ്മളെ സപ്പോർട്ട് ചെയ്യാ എല്ലാരും.
മാക്സിമം ഉഷാറാക്കി തരിക, പരിപാടി ഒന്ന് വിജയിപ്പിക്കുക. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച മിദ്ലാജ് റോഡിലേക്ക് ഇറങ്ങുന്നുണ്ട്, നിങ്ങൾ സപ്പോർട്ട് ആവാൻ വേണ്ടി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളെ മുന്നിലേക്ക് വരുന്നതാണ്. ബൈ അല്ലേ? ഓക്കെ.